ഇത് ഫിയാത്ത് മിഷൻ്റെ ഒരു പ്രത്യേക ഒരു മിനിസ്ട്രിയാണ്. അതായത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പല പഴയ പള്ളികളിൽ നിന്നും ഞങ്ങൾ കാസിയും പീലാസയും അവിടെ ഉപയോഗം ഇല്ലാതിരിക്കുന്ന എല്ലാ കാസിയും പീലാസയും കളക്ട് ചെയ്യും. എന്നിട്ട് മിഷനിലേക്ക് കൊടുത്തു വിടും. അതായത് ആഫ്രിക്കയിലേക്കാണെന്നുണ്ടെങ്കിലും വില്ലേജ് ചർച്ചസിൽ പലയിടത്തും കാസിയും പീലാസും ഇല്ല. അവിടുത്തെ ഒരു പള്ളി പണിയാൻ തന്നെ കോസ്റ്റ് വരുന്നത് വെറും 5 ലക്ഷം താഴെയാണ്. അതായത് അപ്പോൾ ഏതൊരു അച്ഛന്മാർക്കും അവരെ ഇടവക പള്ളിയിൽ നിന്ന് മിഷൻ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കാസിയും പീലാസയായിട്ട് പോകണം. കാരണം അവിടെ കാസിയും പീലാസും ഇല്ല. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഈ കണ്ടെത്തുന്ന ഈ കാണുന്നതെല്ലാം അവിടെ നിന്ന് പഴയത് ഞങ്ങൾ കളക്ട് ചെയ്യുക, എത്തിച്ചു കൊടുക്കും. ഇതേപോലെ തന്നെ ഈ സ്റ്റോളുകളിൽ വേറെ കാര്യം ചെയ്യും, പലരും പുതിയത് മേടിച്ച് എത്തിച്ചു കൊടുക്കും. അത് പലരും ഉണ്ട് എല്ലാ സ്റ്റോളുകളിലേക്കും എത്ര രൂപയിൽ നിന്ന് വന്നിട്ട് നോക്കും, അത്ര കാസിയും പീലാസയും മേടിച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് ഞങ്ങൾ ചെയ്യുന്ന പഴയത് കളക്ട് ചെയ്യുന്നതാണ്. എല്ലാ ചർച്ച് ആർട്ടിക്കിൾസും ഞങ്ങൾ പള്ളികളിൽ നിന്ന് കളക്ട് ചെയ്യും. പഴയത് മുഴുവൻ പലയിടത്തും തരുന്നുണ്ട്. കുറേ പേരെ സപ്പോർട്ടുണ്ട് നടക്കുന്നത്. ആഫ്രിക്കയിലേക്കുള്ള ഞങ്ങൾക്ക് മുന്നേ വിളിച്ച് പറയും, അതായത് ഞങ്ങൾക്ക് 20 കിലോ ലഗേജ് കൊണ്ടുപോകാം, അതിലേക്കുള്ള കാസിയും പീലാസയും കൊന്തയും വേണമെന്ന് പറയും. ഞങ്ങളത് കളക്ട് ചെയ്ത് വയ്ക്കും, അതങ്ങനെ കൊണ്ടുപോകും. അവരെ പെട്ടി 20 കിലോൻ്റെ പാക്ക് ചെയ്ത് വയ്ക്കാൻ പറയും. ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ കൊഹിമ ഡയസിലെ പിതാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിതാവ് ഇവിടെ ഉണ്ട്. എൻ്റെ ഇടവക ഒല്ലൂർ ഇടവകയിൽ ഒരുവിധം എല്ലാ കുർബാന എല്ലാ കല്യാണങ്ങൾക്കും സമർപ്പണം കൊടുക്കുന്നത് കാസിയും പീലാസയാണ്. ഇങ്ങനെ അടക്കടക്കായിട്ട് കാസിയും പീലാസയും വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ചെന്ന് ചോദിക്കും മിഷനിലേക്ക്. അങ്ങനെ പല ഇടവകളിൽ നിന്നും തരുന്ന സപ്പോർട്ടിനെ കാണുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ ആർഭാടങ്ങളിൽ നിന്ന് ഞങ്ങൾ അവിടുത്തെ പഴയതുകൾ മേടിച്ച് ഞങ്ങൾ പോളിഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ പോളിഷ് ചെയ്യാനായിട്ട് വളരെ കോസ്റ്റാണ്. ഇത് മേടിക്കുന്ന കോസ്റ്റിന് വരും പോളിഷ് ചെയ്യാനായിട്ട്, അതായത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സിൽവർ പ്ലേറ്റ് ചെയ്യാനും. ഇപ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പോലും അവർ വളരെ ഹാപ്പിയാണ്. അതായത് ആഫ്രിക്കയിലത്തെ അച്ഛന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെട്ടുള്ളത്. ആഫ്രിക്കയിലത്തെ പല ഈ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള മിഷണറിമാർ തിരിച്ചു വന്ന് വെക്കേഷൻ വന്ന് പോകുമ്പോൾ ഏകദേശം 20 കിലോ ഫിയാത്ത് മിഷൻ എന്നുള്ളതാണ്. കൊഹിമ രൂപതയിലത്തെ ജെയിംസ് തോപ്പിൽ പിതാവ് വരുന്നുണ്ട്. പിതാവ് അവിടേക്ക് പിതാവ് പറയും ബാക്കി കാര്യങ്ങൾ. പിതാവെ, ഈ ഫിയാത്ത് മിഷൻ്റെ ഈ ഒരു വിശുദ്ധ വസ്തുക്കളുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ രൂപത ഒരു മിഷൻ രൂപതയാണ്. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും അവിടെ പള്ളികളുണ്ട്. അപ്പോൾ അച്ഛന്മാർ പോകുമ്പം ഈ പള്ളികളിലൊക്കെ കുർബാന ചെല്ലാറുണ്ട്. അപ്പം ഇത് ഇവിടെ നിന്ന് പഴയതാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഗിൽഡ് ചെയ്ത് ഒന്നുകൂടെ പ്ലേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയാൽ അവിടെ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അവിടെ ആൾക്കാർക്ക് ഇത് അവിടെ കിട്ടാനില്ല, അല്ലെങ്കിൽ നാട്ടിൽ വന്ന് വേണം മേടിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലൊരു കൺട്രിബ്യൂഷനാണ്. നിങ്ങൾ ഇവിടുത്തെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി ഒന്ന് ഗിൽഡ് ചെയ്ത് ഒന്ന് പ്ലേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ അവിടെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടുന്ന് എല്ലാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. ഇവിടുന്ന് പ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ, അത് വേറെ അച്ഛൻ വന്ന് ചെയ്തോളും. തീർച്ചയായും ഒരു വലിയൊരു കൺട്രിബ്യൂഷനാണ്. കാരണം ഇത്രയും സാധനം കിട്ടുക എന്നുള്ള എളുപ്പമല്ല പരിപാടിയാണ്. പിതാവേ, ഈ ഒരു വിശുദ്ധ ആർട്ടിക്കിൾസിലൂടെ എത്ര കുർബാനകളാണ് അർപ്പിക്കപ്പെടാൻ പോകുന്നത്? കൃത്യം പറയാൻ പറ്റിയല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു 210 ഗ്രാമങ്ങളുണ്ട്. ഈ എല്ലായിടത്തും പോയി കുർബാന ചെല്ലും. അപ്പോൾ ഇവിടെ ഈ സാധനം അവിടെ കൊണ്ട് വെച്ചുകൊണ്ട് അച്ഛന്മാരവിടെ ചെല്ലുമ്പോൾ കുർബാന ചെല്ലും. അപ്പോൾ ഒരു വർഷത്തിൽ ചിലപ്പം 12 പ്രാവശ്യമായിരിക്കും അവിടെ അച്ഛൻ ചെല്ലാൻ പറ്റുന്നത്. കാരണം അവിടെ മഴക്കാലത്ത് പോകാൻ പറ്റിയല്ല, വേനൽക്കാലത്തും റോഡ് ക്ലിയർ ആകുമ്പോൾ അവിടെ പോയി കുർബാന ചൊല്ലും. അപ്പോൾ കൃത്യം പറയാനും പറ്റിയല്ല, എന്നാലും എല്ലാ ഗ്രാമങ്ങളിലും ഒരു 10-12 കുർബാന ഒരു വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുന്ന കുർബാനയ്ക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കും. അപ്പോൾ ഒരു 200 × 10 2000 കുർബാനയ്ക്കുള്ളിൽ കൂടും, ഒരു റഫ് കാൽക്കുലേഷൻ ചെയ്താൽ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ അത് വളരെ ഉപയോഗപ്പെടുന്നത്. കാരണം ഇത് പുതിയ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവല്ലേ. തന്നെയല്ല, ഇത് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ വെക്കാം. അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന കാര്യമില്ല. ഓരോ ഗ്രാമത്തിൽ തന്നെ അത് പ്രിസർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ വലിയൊരു കൺട്രിബ്യൂഷനാണ്.